പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 2 പാത്സ് ഓഫ് എവല്യൂഷൻ പരിണാമത്തിന്റെ വഴികൾ എന്നതിന്റെ 3ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് നമ്മുടെ ക്രാനിയൽ കപ്പാസിറ്റി, ഹ്യൂമൻ ക്രാനിയൽ കപ്പാസിറ്റിയിലെ ആ ഒരു ട്രെൻഡ് കണ്ടുകൊണ്ടാണ് അല്ലെ. അതായത് വിത്തിൻ 2 മില്യൺ ഇയേഴ്സ് ദ സൈസ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ നിയർലി ട്രിപ്പിൾഡ്, 3 ഇരട്ടിയായി വർദ്ധിച്ചു. നമുക്കതിൽ നിയാൻഡർത്താൽ മാനിന് ശേഷം, മനുഷ്യന് ശേഷം വന്ന നമ്മൾ ഹോമോസാപ്പിയൻസ്, അതിൻ്റെ അളവിൽ ചെറിയൊരു കുറവ് പോലെ തോന്നാമെങ്കിലും നമ്മളവിടെ ആ സൈസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ തലച്ചോറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ കുറിച്ച് പറയുന്നില്ല. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മേജർ പാർട്ട് ഓഫ് അവർ നെർവസ് സിസ്റ്റം. നമ്മുടെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച്, അതായത് ഉദ്ദീപനം എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് ആണ്, അപ്പോൾ ഇവിടെ ഇമ്പൾസ് ഉണ്ടാവും, ആവേഗം ഉണ്ടാവും. അതിനനുസരിച്ച് ആ സന്ദേശം അനുസരിച്ച് പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുകയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതിനു വേണ്ടിയുള്ള സംവിധാനമാണ്, നിയന്ത്രിക്കാൻ ഏകോപിപ്പിക്കാൻ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. നമ്മുടെ നാഡീവ്യവസ്ഥയിൽ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നിങ്ങനെ പ്രധാനമായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട്. ഇത് നമുക്ക് സെൻട്രൽ സിസ്റ്റം എന്ന് പറയാം. ഞാൻ വേറെ സ്ലൈഡ് കാണിക്കാം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ, പെരിഫറൽ നാഡികൾ, അവയുടെ റിസപ്റ്റേഴ്സ്, നാഡികളുടെ ഗ്രാഹികൾ അല്ലെങ്കിൽ അറ്റം, അതൊക്കെ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയിൽ ന്യൂറോണുകളാണ് പ്രധാനമായിട്ടും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, നിർമ്മാണ ഘടകം. ന്യൂറോൺ ഓർ നെർവ് സെൽ, ഇവിടെ 2 ടൈപ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നാഡീവ്യവസ്ഥയിൽ തന്നെ കാണുന്ന മറ്റു ചില കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് അതാണ്. പക്ഷെ ഇവ തമ്മിലുള്ള വ്യത്യാസം, ന്യൂറോൺ ആണ് ഫങ്ഷണൽ പാർട്ട്, ധർമ്മപരമായ ഭാഗം. ഇവയ്ക്ക് മാത്രമേ ഉദ്ദീപനം ഗ്രഹിച്ചിട്ട് സ്വീകരിച്ച് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ടാക്കി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അതായത് പ്രസരണം ചെയ്യാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെ അത് പ്രസരിപ്പിക്കാനോ കഴിയുകയില്ല. എന്നാൽ ഇവയ്ക്ക് സ്വയം വിഭജനശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ സെൽസ് വിച്ച് സീൻ ഇൻ അവർ നെർവസ് സിസ്റ്റം കനോട്ട് റിസീവ് സ്റ്റിമുലൈ ഓർ ട്രാൻസ്മിറ്റ് മെസ്സേജസ് ബട്ട് ദേ ക്യാൻ ഡിവൈഡ്. അവയ്ക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് നാഡീകോശം, ഒരു മാതൃകാ നാഡീകോശത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് മോഡേൺ ന്യൂറോണിനെ പറ്റി നോക്കാം. നമ്മുടെ നാഡികളുടെ, നെർവിൻ്റെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ളത് ഇത്തരം നാഡീകോശങ്ങളുടെ ഭാഗങ്ങളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ നാഡീകോശങ്ങൾ ഏകദേശം ഒരു നല്ലൊരു കൺട്രോളിങ് സെൻറ്റർ, ന്യൂക്ലിയസും ഒരു സൈറ്റോപ്ലാസം, അതിൽ മറ്റ് മൈറ്റോകോൺട്രിയ പോലുള്ള സെൽ ഓർഗനൽസ്, കോശാംഗങ്ങളൊക്കെ അടങ്ങിയൊരു ഭാഗമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോളിങ് സെൻറ്റർ. ഇങ്ങനെയൊരു ഭാഗമുണ്ട്. അതിൽ നിന്ന് ചെറുതും വലുതുമായ, വലുതൊന്നേ ഉള്ളൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ചില ഫൈബേഴ്സ്, തന്തുക്കൾ പുറപ്പെടുന്നു. ചില തന്തുക്കളുടെ അറ്റത്ത്, ഇവിടെ അറ്റത്ത് ചില സ്പെറിക്കൽ ഷേപ്പ് പോലെ അല്ലെങ്കിൽ ബൾജ് ചെയ്ത പോലെ കാണുന്നുണ്ട്. ഇവിടെ ഇതിനെ, ഈ നീണ്ട ഭാഗത്തെ പൊതിഞ്ഞുകൊണ്ട് ചില സെൽസുകൾ കാണുന്നുണ്ട്. ഇവയൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നമുക്ക് പ്രധാനമായിട്ടും ന്യൂറോണിന് ഉള്ള കൺട്രോളിങ് സെൻറ്റർ എന്ന് പറയുന്നത്, നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് സൈറ്റോൺ ഓർ കോശ ശരീരം, സെൽ ബോഡി എന്ന് പറയും. അതിലാണ് ഈ ന്യൂക്ലിയസും മറ്റൊക്കെ. ഇത് മുഴുവനും അതാണ്, ഈ ഉണ്ട പോലെ കാണുന്നത് മുഴുവനും. അതിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ തന്തുക്കൾ അല്ലെങ്കിൽ ഫൈബേഴ്സ്, അതാണ് ഡെൻഡ്രോണുകൾ. ഇവിടെ ഇപ്പോൾ 1, 2, 3, 4, 5 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ്, ശാഖകൾക്ക് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ശരിക്കും ഇവയാണ്, ഡെൻഡ്രോണും അവയുടെ ശാഖകളുമാണ് ഇമ്പൾസിനെ സ്വീകരിച്ചിട്ട്, റിസീവ് ചെയ്തിട്ട്, സ്റ്റിമുലസിനെ, അതായത് ഉദ്ദീപനങ്ങളെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്ന, കോശരീരത്തിലേക്ക്, സൈറ്റോണിലേക്ക് എത്തിക്കുന്നത്. അതിൽ നിന്നും ആ ഇമ്പൾസ് എല്ലാം, അതായത് അവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന ഇമ്പൾസ് ഒരു റൂട്ടിലൂടെ, ആക്സോൺ എന്ന് പറയുന്ന നീണ്ട ഭാഗം, അതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആക്സോണിന് ശാഖകൾ ഉണ്ടെങ്കിൽ അതിന് ആക്സോണൈറ്റ്സ് എന്ന് പറയും, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് സിനാപ്റ്റിക് നോബ്സ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ഇമ്പൾസ് ഇവിടെ എത്തുമ്പോൾ ഒരു കെമിക്കൽസ് അവിടെ നിന്ന് പുറപ്പെട്ട് അടുത്ത ഭാഗത്തെ, ഇതിനോട് അറ്റാച്ച് ചെയ്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കും. ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻസ് നോക്കാം. ഡെൻഡ്രൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ദീപനങ്ങളെ ഗ്രഹിക്കുന്നു, റിസീവ് സ്റ്റിമുലി. അങ്ങനെയാണ് അവിടെ ഇമ്പൾസ് എന്ന് പറഞ്ഞ മെസ്സേജ്, ആവേഗം എന്ന് പറഞ്ഞ സന്ദേശം ഉണ്ടാകുന്നത്. ഡെൻഡ്രോൺ, ആ ഡെൻഡ്രൈറ്റിൽ നിന്നും ക്യാരി ഇമ്പൾസസ്.
എന്നിട്ടത് സെൽ ബോഡിയിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഡെൻഡ്രോണുകൾ. അതിൽ നിന്നും പിന്നീട് ആവേഗത്തെ ആക്സോണിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നത്, അത് പാസ് ചെയ്യുന്നത് ഈ സൈറ്റോൺ എന്ന് പറയുന്ന പ്രധാന ഭാഗമാണ്. ആക്സോൺ ആവട്ടെ ഇമ്പൾസിനെ ആക്സോണൈറ്റുകളിലേക്കും അവ അവിടെ നിന്ന് സിനാപ്റ്റിക് നോബുകളിലേക്കും എത്തിക്കും. സിനാപ്റ്റിക് നോബിൽ വെച്ചിട്ട് അവിടെ വെൻ ഇമ്പൾസസ് റീച്ച് അറ്റ് ദി സിനാപ്റ്റിക് നോബ്സ് സെർട്ടൺ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന സെർട്ടൺ കെമിക്കൽസ് അതവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നാടീയ രാസപ്രേഷകം അസറ്റിൽ കൊളൈൻ നമുക്കത് ഇനി വരുന്നേ ഉള്ളൂ. എന്തായാലും മറ്റ് സെൽസ്, ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മസ്തിഷ്കം, ബ്രെയിൻ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സുഷുമ്ന, ഇവയുടെ കൂടെയാണ്, ഈ ഭാഗത്താണ്, ഇവയ്ക്കിടയിലാണ്, ഇവയ്ക്കുള്ളിലാണ്, ഇവയുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ ഉണ്ടാവുക. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഇവ ചില ഷീത്തുകൾ ഉണ്ടാക്കാൻ, മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഷീത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇത് മുഴുവനല്ല കേട്ടോ, ഇതാ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 3 കാണിച്ചിട്ടുണ്ട്. ഏകദേശം ആസ്ട്രോസൈറ്റ് മറ്റൊരു കോശങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതേ ആകൃതിയിലുള്ള മൈക്രോഗ്ലിയൽ സെൽസ് അതിവിടെ അതിലൊന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇതേപോലെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് രൂപപ്പെടുത്തുന്ന പോലുള്ള ഷീത്ത്, മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഷീത്ത്, അത് പക്ഷേ ഇതാ ശ്വാൻ കോശങ്ങളാലും ഉണ്ടാകും. കണ്ടില്ലേ, ഇത് മറ്റൊരു കോശങ്ങളാണ്. ശ്വാൻ കോശങ്ങൾ മറ്റൊരു തരം ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. കൂടാതെ എപ്പൻഡൈമൽ കോശങ്ങൾ പ്രത്യേകതരം സെക്രീഷന്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പോലെയുള്ള സെക്രീഷൻസ് ഉണ്ടാക്കാനുള്ളവയാണ്. അപ്പോൾ ഇവയുടെ പൊതുവായി ഇവയ്ക്കുള്ള ഫംഗ്ഷനുകൾ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് പോഷകങ്ങൾ നൽകുന്നു, ബ്രിങ് ന്യൂട്രീഷൻ ടു ന്യൂറൽ സെൽസ്. അതുപോലെ തന്നെ ഇവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് വേസ്റ്റ്. അതുപോലെ പ്രൊട്ടക്ട്സ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നുണ്ട് ആവേഗത്തിൻ്റെ, ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ്. അതുപോലെ ഡിഫൻസ് സെൽ, പ്രതിരോധ കോശങ്ങളായും വർത്തിക്കുന്നു. പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിലും ഇവ, മർദ്ദം ക്രമീകരിക്കാനുള്ള രീതിയിൽ ഇവ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൈലിൻ ഷീത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ചില ന്യൂറോണുകൾക്ക് മൈലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ മറ്റു ചില ന്യൂറോണുകൾക്ക് മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് നമ്മൾ പറഞ്ഞു ഫോം ചെയ്യുന്നത് ന്യൂറോഗ്ലിയൽ സെൽസിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ഷ്വാൻ സെൽസും നമ്മളവിടെ പറഞ്ഞു. ഇത് ഉണ്ടെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന മൈലിൻ ഷീത്തുള്ള, അതായത് മൈലിനേറ്റഡ് ന്യൂറോൺസ്, അതിലൂടെയാണ് കടന്നു ഇമ്പൾസ് പോകുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, വളരെ വേഗത കൂടിയിരിക്കും. വെൻ കമ്പയർ ടു, അല്ലെങ്കിൽ ദാറ്റ് ഇൻ അൺമൈലിനേറ്റഡ് ന്യൂറോൺ. ഈ അൺമൈലിനേറ്റഡ് അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ, അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളിൽ ഇമ്പൾസ് ആവേഗം, വേഗത കുറവായിരിക്കും, അതിൻ്റെ ട്രാൻസ്മിഷൻ സ്ലോ ആയിരിക്കും എന്നർത്ഥം. ഈ ഒരു മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് പെരിഫറൽ നെർവുകളിൽ ഷ്വാൻ സെൽസ് ആണ്. ഇപ്പോൾ ഇതാണ് ഒരു ഷ്വാൻ സെല്ല്. അത് കുറേ ചുറ്റുകളായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആക്സോണിനെ ചുറ്റി നല്ലൊരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ആണ് നിൽക്കുന്നത്. ഇവിടെ അതിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ മൈലിൻ ഫാറ്റ് അടങ്ങിയ ന്യൂക്ലിയസ് ഒക്കെ ഉള്ള സൈറ്റോപ്ലാസം ഉള്ള ഒരു സെല്ല് തന്നെയാണ് ആ സെല്ല്. ഷ്വാൻ സെല്ല് ആക്സോണിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ വലയം ചെയ്ത് എൻസർക്കിൾ ചെയ്ത് അങ്ങനെ ചെയ്ത് നിൽക്കുന്നു. മറിച്ച് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കണ്ടോ, അത് തൊട്ടടുത്തുള്ള ന്യൂറോണുകൾക്ക് മുഴുവൻ കണ്ടോ, ഇയാൾ 2 ന്യൂറോണുകൾക്കാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത്. ഇത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സുകൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് കാണുന്നത്. അതായത് തലച്ചോറിലും സുഷുമ്നയിലും ഒക്കെയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ട് ഇതുണ്ടാവുക. മറ്റിടങ്ങളിൽ, മറ്റു നാഡികളിൽ, പെരിഫറൽ സിസ്റ്റത്തിൽ ഒക്കെ ശ്വാൻ കോശങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും. ഇനി ഷ്വാൻ സെല്ലിന് നല്ല തിളക്കമുള്ള ഷൈനി വൈറ്റ് കളറാണ്. തിളക്കമുള്ള വെള്ള നിറമായതുകൊണ്ട് ആ ഭാഗമൊക്കെ, അതായത് മൈലിനേറ്റഡ് ന്യൂറോൺസ് കൊണ്ടുള്ള ഭാഗമൊക്കെ വൈറ്റ് മാറ്റർ എന്ന് പറയും, വെളുത്ത നിറം കാണുന്നത്. അല്ലാത്തവ ഗ്രേ മാറ്ററാണ്. അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ആണെങ്കിൽ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ കൊണ്ടുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ. ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് വൈറ്റ് മാറ്റർ ഉണ്ടാവുക. ദ പാർട്ട് വെയർ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ മോർ അബണ്ടന്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. ദോസ് പാർട്ട് ഓഫ് നെർവ് വിത്തൗട്ട് മൈലിൻ ഷീത്ത് ഈസ് നോൺ ആസ് ഗ്രേ മാറ്റർ. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങൾ ഗ്രേ മാറ്റർ എന്നും, ഉള്ള ഭാഗം വെളുത്തറത്ത് കാണുന്നുണ്ട് വൈറ്റ് മാറ്റർ എന്നും പറയും. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ
ആക്സോണിന് പോഷൻ ലഭ്യമാക്കുക. നമ്മൾ നേരത്തെ ന്യൂറോഗ്ലിയൽ സെൽസിന് കണ്ട പോലെ തന്നെയുള്ള പോഷണങ്ങൾ ഇവിടെയുണ്ട്. ഇൻസുലേറ്ററായിട്ട് വർത്തിച്ച ആവേഗ പ്രസരണ വേഗത കൂട്ടുക. ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. മോറോവർ ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. നമുക്ക് നാഡി ഗാംഗ്ലിയോണുകൾ കൂടി പഠിക്കേണ്ടതുണ്ട്, കാരണം അത് ഇനിയുള്ള ക്ലാസ്സിന് ആവശ്യമുണ്ട്. ചില കോശശരീരങ്ങൾ, സൈറ്റോൺ പാർട്ടുകൾ മാത്രമുള്ള ഭാഗങ്ങൾ, അതൊരു തടിച്ച ഭാഗമാണല്ലോ, അവ കൂടുതൽ കൂടി ചേർന്നിട്ട് ഒരു ആവരണത്തിൻ്റെ ഉള്ളിൽ സ്പെറിക്കലായിട്ട് ഇങ്ങനെ ഒരു കാണപ്പെടുകയാണെങ്കിൽ, കവേർഡ് ബൈ എ മെംബ്രെയിൻ, അതുകൊണ്ട് കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുക. അതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ സുഷുമ്നയൊക്കെ പഠിക്കുമ്പോൾ, സ്പൈനൽ കോഡൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നെർവസ് സിസ്റ്റം ഇസ് ക്ലാസിഫൈഡ് ഇൻടു ടു ആസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബ്രെയിന്, മസ്തിഷ്കം, അതുപോലെ സ്പൈനൽ കോഡ്, സുഷുമ്നയാണ് കേന്ദ്ര നാഡികൾ, CNS എന്ന് ചുരുക്കി പറയും. എന്നാൽ PNS-ൽ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ, പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഇതിൽ നിന്ന് പുറപ്പെടുന്ന, ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന ക്രാനിയൽ നെർവ്സ് 12 പെയേഴ്സും, സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന, സ്പൈനൽ കോഡിൽ നിന്ന് പുറപ്പെടുന്ന സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്ന നാഡികൾ, അതൊരു 31 ജോഡി 31 പെയേഴ്സുമാണുള്ളത്. അങ്ങനെ ശിരോനാഡികളും സുഷുമ്ന നാഡികളാണ് പ്രധാനമായിട്ടും പെരിഫറൽ നാഡീവ്യവസ്ഥയുള്ളത്. അവയുടെ അഗ്രങ്ങളിലുള്ള റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ, ഞാൻ നേരത്തെ പറഞ്ഞ നെർവ് ഗാംഗ്ലിയ, ഇവയൊക്കെ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാം. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യവസ്ഥ. ഇത് പെരിഫറൽ സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം, അതാണ് മാസ്റ്റർ കൺട്രോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഇൻസൈഡ് ദി ക്രാനിയം, നമുക്ക് സ്കൾ എന്ന് പറയാം അല്ലേ, ക്രാനിയം, തലയോടിൻ്റെ ഉള്ളിലാണ്. എന്നാൽ മറ്റത് നട്ടെല്ലിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സ്പൈനൽ കോളത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ബാക്ക് ബോണിൻ്റെ ഉള്ളിലാണ് എന്ന് പറയാം. അത് ഒഴിവാക്കിയൊരു ചിത്രമാണ് ഇത്. ബ്രെയിനും സ്പൈനൽ കോഡും മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 ലെയേർഡ് കവറിംഗ് ഉണ്ട്. 3 ലെയേർഡ് മെംബ്രെയിൻസിൻ്റെ ഒരു കവറിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇവ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു? പിന്നെ ക്രാനിയം അഥവാ തലയോട്, അല്ലെങ്കിൽ നട്ടെല്ല് അഥവാ സ്പൈനൽ കോളം, ഇങ്ങനെ ഒരു അസ്ഥി നിർമ്മിതമായ ഭാഗം, ബോണി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻസൈഡ് ദിസ്, അതിൻ്റെ ഉള്ളിലായിട്ട് ഇവയ്ക്ക് ഏറ്റവും പുറമെയായിട്ട്, ഉപരിയായിട്ട് മെനിഞ്ചസ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു 3 ലെയേർഡ് കവറിങ്ങും ഉണ്ട്. ഇവിടെ അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് സ്കള്, ലേയേഴ്സ് ഓഫ് മെനിഞ്ചസ്, 3 പാളികളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 പാളികൾക്കിടയിൽ ബ്ലഡ് ഉണ്ടാവും. അവസാനത്തെ 2 പാളികൾക്കിടയിൽ, അത് മധ്യപാളികൾക്കും ലാസ്റ്റ് പാളിക്കും ഇടയിൽ, ലാസ്റ്റ് മെംബ്രെയിനും ഇടയിലായിട്ട്, അവിടെയാണ് CSF ബ്ലഡിൽ നിന്ന് ഊറി ഉണ്ടാവുക. ഇതൊക്കെ ചില പ്രൊട്ടക്ഷന് ഉണ്ട്. ഇതങ്ങനെ കവർ ചെയ്ത് പിന്നെ എൻറ്റയർ ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ, അതായത് ബ്രെയിനെ മാത്രമല്ല, അത് കഴിഞ്ഞ് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയേണ്ടതില്ലല്ലോ. ഈ സെറിബ്രോസ്പൈനൽ ദ്രവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഫോംസ്, എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അവ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നും അല്ലേ, അതുപോലെ അതിൻ്റെ ഫംഗ്ഷനൊക്കെ, ധർമ്മമൊക്കെ നമുക്കൊന്ന് നോക്കാം. മെനിഞ്ചസിനുള്ളിൽ രക്തത്തിൽ നിന്നാണ്. അതിന് എപ്പൻഡൈമൽ കോശങ്ങൾ സഹായിക്കുന്നുണ്ട്. ന്യൂറോഗ്ലിയൽ സെൽസ് ആയിട്ടുള്ള എപ്പൻഡൈമൽ സെൽസ് കൂടി കാണിക്കുന്നുണ്ട്. ഇനി ഇത് എവിടെയൊക്കെ ഉണ്ട്? മെനിഞ്ചസ് തരവാണികൾക്കിടയിൽ ഉണ്ടല്ലോ, ഇന്റർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് കാണുന്നുണ്ട് എന്ന് പറയുന്നത്. ബ്രെയിനിലെ ചില ക്യാവിറ്റീസ് ഉണ്ട്, മസ്തിഷ്ക അറകളുണ്ട്. സുഷുമ്നയിൽ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിലെ സെന്റർ പാർട്ടിൽ ഒരു കനാൽ ഉണ്ട്, ഒരു ചാല് പോലെ ഉള്ളിലേക്ക്, അവിടെയും ഇത് കാണുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞ ന്യൂറോഗ്ലിയൽ സെൽസ് പറഞ്ഞപ്പോഴുള്ള ഫംഗ്ഷൻസ് തന്നെ കൂടുതലും പോഷണ ഓക്സിജൻ നൽകുന്നു, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, എലിമിനേറ്റ്സ് വേസ്റ്റ്, തലച്ചോറിനൊക്കെ ഉള്ളിലുള്ള മർദ്ദം ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ റെഗുലേറ്റ്സ് ദി പ്രഷർ ഇൻസൈഡ് ബ്രെയിൻ, ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന്, അങ്ങനെ പ്രൊട്ടക്ട്സ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ പറയാൻ പോകാനുള്ളത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായ ബ്രെയിനും സ്പൈനൽ കോഡും അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റവും ഒക്കെയാണ്. നമുക്ക് ഇവിടെ വെച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കുറച്ച് ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1 നോക്കൂ. എപ്പൻഡൈമൽ
കോശങ്ങൾ സെൽസ്, ഷ്വാൻ കോശങ്ങൾ ഷ്വാൻ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്നിവ തന്നിരിക്കുന്നു. എന്നിട്ട് 2 ക്വസ്റ്റ്യൻ, ഇവ ഉൾപ്പെടുന്ന പൊതുവിഭാഗം, ദ കോമൺ കാറ്റഗറി അറിയാലോ എന്താണ്? ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. ഓരോന്നും നിർവഹിക്കുന്ന ധർമ്മം എഴുതുക. അപ്പൊ നമുക്കറിയാം എപ്പൻഡൈമൽ സെൽസ് സെക്രീറ്റ് ദി ഹെൽപ്പ് ടു സെക്രീറ്റ് ദി എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ദ്രവം ഉണ്ടാവാൻ എപ്പൻഡൈമൽ സഹായിക്കുന്നു. ഷ്വാൻ സെൽസും ഒളിഗോഡെൻഡ്രോസൈറ്റ്സും മയലിൻ ഷീത്തുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഷ്വാൻ സെൽസ് ഫോം മയലിൻ ഷീറ്റ് ഇൻ പെരിഫറൽ നെർവ്സ് ആണ്, പെരിഫറൽ നെർവിലാണ്. ആൻഡ് ഇൻ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഷ്വാൻ കോശങ്ങൾ പെരിഫറൽ നാഡികളിലെ കോശങ്ങൾക്കാണ്, ആക്സോണിന് ചുറ്റുമാണ് മയലിൻ ഷീത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ചെയ്യുന്നത് കേന്ദ്രനാഡികളിലെ ഈ മയലിൻ ഷീത്ത് ഫോം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും 2 ധർമ്മങ്ങൾ ഫങ്ഷൻസ് എഴുതുക. നമ്മൾ പറഞ്ഞു നറിഷ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു അല്ലേ, പിന്നെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെ, ബാഹ്യക്ഷതങ്ങൾ സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നോക്കൂ, സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കൂ. മയലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണിനെ അപേക്ഷിച്ച് അതുള്ളവയിൽ വേഗതയ്ക്ക് മാറ്റം ഉണ്ടാവും. ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് വിൽ ബി ഡിഫർ ഇൻ മൈലിനേറ്റഡ് ന്യൂറോൺ ദാൻ ദി അൺമൈലിനേറ്റഡ് ന്യൂറോൺ. ഇത് ശരിയാണ്, പക്ഷെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞാലേ ആ ജസ്റ്റിഫിക്കേഷൻ പൂർത്തിയാവുള്ളൂ. അത് നമുക്കറിയാം, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈലിൻ. ആ മൈലിൻ്റെ ഒരു പ്രസൻസ്, സാന്നിധ്യം ഉള്ളതുകൊണ്ട് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് വിൽ ബി ഫാസ്റ്റർ ഇൻ മൈലിനേറ്റഡ് ന്യൂറോൺസ്. മൈലിൻ ഷീത്തുള്ള ന്യൂറോണിൽ ഈ മൈലിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് വേഗത, സന്ദേശ വേഗത കൂടിയിരിക്കും മറ്റതിനേക്കാൾ അല്ലെ. അൺമൈലിനേറ്റഡ് ന്യൂറോണിനേക്കാൾ അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോണിനേക്കാൾ, മൈലില്ലാത്ത ന്യൂറോണിനേക്കാൾ വേഗത കുറവായിരിക്കും. മറ്റേതിൽ അത്രത്തോളം വേഗത ഉണ്ടാവില്ല. അവസാനത്തെ ക്വസ്റ്റ്യൻ, അതിന് 3 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ഒരു ചിത്രത്തിൽ ABCD എന്ന് ന്യൂറോണിൻ്റെ ചിത്രം തന്ന് വച്ചിരിക്കുന്നു. ഇത് റീഡ്രോ ചെയ്യണം, പകർത്തി വരയ്ക്കാനുണ്ട്. ഇവിടെ നമുക്ക് വരയ്ക്കുന്നതിന് ഒരു ആൻസർ നോക്കാം. A എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും, ഡെൻഡ്രൈറ്റ്സ് ആണ്. B എന്ന് പറയുന്നത് സൈറ്റോൺ അല്ലെങ്കിൽ കോശ ശരീരം, സെൽ ബോഡിയാണ്. C എന്ന് പറയുന്നത് ഈ ഷീത്തിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ, മൈലിൻ ഷീത്ത്. അതിൻ്റെ ഉള്ളിൽ ആക്സോൺ പോകുന്നുണ്ട്, അത് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചാൽ കാണിക്കുക, അല്ലെങ്കിൽ ഈ തുടക്കത്തിലേ കാണിക്കുള്ളൂ. പിന്നെ D ലാസ്റ്റ്, ഇത് അസറ്റൈൽ കൊളൈനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് സിനാപ്റ്റിക് നോബുകൾ എന്ന് പറയുന്നത് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തുള്ളത്. ഇനി C എന്ന ഭാഗത്തിൻ്റെ ഏതെങ്കിലും ധർമ്മം, ഈ മൈലിൻ ഷീത്തിൻ്റെ അല്ലെങ്കിൽ ഷ്വാൻ സെല്ലോ മറ്റോ ആവാം ഇത്, അതിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻസ് കുറച്ച് മുമ്പത്തെ ചോദ്യത്തിൽ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ C, ഡിയിൽ നിന്നും സ്രവിക്കപ്പെടുന്ന നാഡീയ പ്രേഷകത്തിന് ഉദാഹരണം നൽകുക. D സെക്രീറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് അസറ്റൈൽ കൊളൈനാണ്. ഓക്കെ, താങ്ക് യു.